ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇൻസ്റ്റാഗ്രാം എന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഓൾറെഡി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി അത് യൂസ് ചെയ്യുന്നവർ ഈ വീഡിയോ കാണും എന്നില്ല. ഇൻസ്റ്റാഗ്രാം എന്നാൽ എന്താണ് എന്നും അതിലെങ്ങനെയാണ് അക്കൗണ്ട് ഉണ്ടാക്കുക എന്നും അത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നും തുടങ്ങിയ കാര്യങ്ങൾ അറിയാത്തവർക്കാണ് ഇന്നത്തെ ഈ വീഡിയോ. പൊതുവെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർക്ക് ഇപ്പോഴും ഇൻസ്റ്റാഗ്രാം എന്താണ് എന്ന് അറിയാത്തവരാണ് പലരും. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടായിരിക്കും. എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരു 5% പേർക്കെങ്കിലും ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് അറിയാത്തവരാണ്. ഇൻസ്റ്റാഗ്രാം എന്നാൽ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ 2010 ഒക്ടോബറിലാണ് ലോഞ്ച് ചെയ്തത്. അതിനുശേഷം ഒരു വലിയൊരു തുക നൽകി ഫേസ്ബുക്ക് ഇതിനെ സ്വന്തമാക്കി. ഫേസ്ബുക്ക് ഇത് ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഫേസ്ബുക്ക് ഏറ്റെടുത്തതിന് ശേഷം ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഫോട്ടോകൾ, വീഡിയോകൾ ഒക്കെ നമ്മുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. 1 ബില്യൺ പേര് ഇത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിലാണ് 64 പോയിൻ്റ് ഒരുപാട് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കും. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുകയാണ്. ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട്, ലോഗിൻ. ഇതിൽ കാരണം ഓൾറെഡി ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളവർ ലോഗിൻ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ലോഗിൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ലോഗിൻ വിത്ത് ഫേസ്ബുക്ക്. എൻ്റെ ഈ ഫോണിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് പിന്നെ ഇമെയിൽ ID, ഫോൺ നമ്പറും കൊടുത്ത് നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുകയാണ്. ഞാൻ എൻ്റെ ID ഇതും വെച്ചിട്ടാണ് ഓപ്പൺ ആക്കുന്നത്. ശേഷം ഞാനിവിടെ ലോഗിൻ എന്ന് കൊടുക്കുകയാണ്. കാരണം ഫേസ്ബുക്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ID വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഇതിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നത് ഫേസ്ബുക്കിൽ. ഇപ്പോൾ ഈ ഒരു ഇതിൽ അക്കൗണ്ട് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ചിത്രം, അതായത് എൻ്റെ ഈ ഫേസ്ബുക്കിലുള്ള ഒരു സുഹൃത്തിൻ്റെ ഒരിതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ശേഷം നിങ്ങൾക്ക് ഇവിടെ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ അടിയിലായിട്ട് കാണാൻ പറ്റും 4 ഓപ്ഷൻ, 5 ഓപ്ഷനുകളുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്കിലുള്ള സുഹൃത്തുക്കളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. അവർ ഈ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ ഫോട്ടോസാണ് എനിക്കിപ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു സെർച്ച് ബാറിൽ ഇവിടെ നിങ്ങൾക്ക് എടുത്താൽ പിന്നെ നിങ്ങൾ ഫോട്ടോകളും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലേക്ക് നോക്കാമെന്നാണ് ഇൻസ്റ്റാഗ്രാം. ഇനി ഒരു പ്ലസിൻ്റെ സിമ്പിളെടുത്താൽ നിങ്ങൾ ഗ്യാലറിയിലുള്ള ഫോട്ടോസുകളൊക്കെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ശേഷം നെക്സ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്ത ഇപ്പോൾ ഇവിടെ എനിക്ക് കാണാൻ പറ്റും. അതായത് ഇവിടെ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഈ ഒരു ഇമേജിന് ടൈറ്റിൽ കൊടുക്കേണ്ടത് അതാണ് എനിക്ക് ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ ഇവിടെ ഫേസ്ബുക്ക് ഈ ഒരു ഓപ്ഷൻ ഓണാക്കി വെച്ചാൽ പിന്നെ നിങ്ങൾ
ഇതിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പിന്നെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഫേസ്ബുക്കിലേക്കും ഷെയർ ചെയ്യും എന്നതിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അതാണ് ഈ ഒരു രണ്ടാമത്തെ ഒരു ഓപ്ഷൻ പറയുന്നത്. പിന്നെ ഇവിടെയും കാണാൻ പറ്റിയ ഒരു ലവിൻ്റെ ഒരു ചിഹ്നം. ഇതിൽ നമ്മുടെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ ഇവരെ നമ്മളിങ്ങനെ ഒരു ഫോളോ എന്ന് കൊടുത്താൽ അവർ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ അറിയുന്നതാണ്. ഇവിടെ ഇപ്പം കാണാൻ പറ്റും റിക്വസ്റ്റിൽ നിന്നാണ്. കാരണം ഇവരൊക്കെ ഓൾറെഡി ഇങ്ങോട്ട് ഫോളോയിങ് ചെയ്തുകൊണ്ട് നമ്മളങ്ങോട്ടും അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാണിക്കുന്നത്. കാരണം നമ്മുടെ കൂട്ടുകാർ നമ്മളെ ഫോളോ ചെയ്തിട്ടുള്ള ഇതാണ്. ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇൻസ്റ്റാഗ്രാമിൽ. പിന്നെ ഇത് ലാസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ അക്കൗണ്ടാണ്. നമുക്കിപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ ആകെ കിട്ടിയിട്ടുള്ളത് എന്ന് പറയുന്നത് 13 ഫോളോയിങ് ആണ്. പിന്നെ 0 പോസ്റ്റാണ്. കാരണം ഈ ഒരു അക്കൗണ്ടിൽ ഒന്നും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബിസിനസ് അക്കൗണ്ടായിട്ട് മാറ്റുകയൊക്കെ ചെയ്യാം. ഈ ഒരു അക്കൗണ്ടിൻ്റെ ചിഹ്നിലെടുത്താണ് ഗെറ്റ് സ്റ്റാർട്ട്, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. പിന്നെ നമ്മുടെ കോണ്ടാക്റ്റ് ലിസ്റ്റിലുള്ള ആൾക്കാരൊക്കെ ഇതിലേക്ക് വരുന്നതാണ്. ഫേസ്ബുക്ക് ഇതിൽ ഫ്രണ്ട്സ് ഉള്ള ആൾക്കാർ, കാരണം ഞാനിതിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടില്ല. ഇതിൽ വെറുതെ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ചെയ്തെന്ന് മാത്രം. കാരണം ഇപ്പോഴും ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ തന്നെ അടുത്താണ് ഈ ഒരു ഇൻസ്റ്റഗ്രാം, കാരണം പക്ഷേ ഇപ്പോൾ 2 വർഷത്തോളമായി എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയത്, എൻ്റെ പേഴ്സണൽ അക്കൗണ്ട്. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഒരു 4-5 മാസമായി കാണും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട്. ഇപ്പോൾ അടുത്താണ്. ഇപ്പോഴും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർക്കും ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. വളരെ പോപ്പുലറായിട്ടുള്ള ഒരുപാട് പിന്നെ എനിക്ക് തോന്നുന്നത് എൻ്റെ ഇതിൽ ഒരു ഫേസ്ബുക്കിനാട്ടിലും കൂടുതൽ പേരും ഫേസ്ബുക്കിൻ്റെ അതേപോലെ തന്നെ പറയാം, ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനായി ഇന്ന് ഇൻസ്റ്റഗ്രാം മാറിയിരിക്കുകയാണ്. കാരണം ഒരുപാട് പേര് ഇപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് ഉള്ളതുകൊണ്ട്, കാരണം ഒരുപാട് പേര് ഉപയോഗിക്കുന്നൊരു പിന്നെ ഇതാണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യാൻ സാധിക്കും. ഇതാണോ ഇപ്പോൾ ഇത് പറഞ്ഞത് ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. കാരണം ഇപ്പോഴും ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഈ ഗാലറീൻ്റെ ഇതിൽ സിമ്പ് ചെയ്യുമ്പോൾ വീഡിയോ ആണ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു വീഡിയോയുടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് ക്യാമറ റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ എടുക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ചെയ്യുന്നില്ല, കാരണം നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഇപ്പോഴും ഈ ഇൻസ്റ്റഗ്രാമിനെ കുറിച്ച് അറിയാത്തവരുണ്ട് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. കാരണം എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു വാട്സപ്പിൽ പേഴ്സണലായിട്ട്. അതുകൊണ്ടാണ്, കാരണം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി എന്നുള്ള രീതിയിലാണ്. കാരണം ഇപ്പോഴും ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ട് എന്ന് പറഞ്ഞത് വളരെ ചുരുക്കമാണ്. ഒരു 100% വളരെ ഒരു 2-3% പേര് മാത്രമാണ് ഈ ഇൻസ്റ്റഗ്രാമിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ഉണ്ട് എന്ന് പറയുന്നത്. സോ എനിക്ക് വീഡിയോ ഉപകാരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾ എനിക്ക് ലഭിക്കാനായിട്ട് ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഞാൻ പകർന്നു തന്ന കുഞ്ഞൻ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.